ആശാപ്രവർത്തകരുടെ ഓണറേറിയത്തിന് പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാനത്തിന്. രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ എംപിയുടെ ചോദ്യത്തിനാണ് കേന്ദ്രത്തിൻ്റെ മറുപടി. സംസ്ഥാനങ്ങൾ ആശാപ്രവർത്തകർക്ക് നൽകിയ തുകയുടെ കണക്കും സഭയിൽ. വിവരങ്ങളുമായി നന്ദഗോപനൊപ്പം ചേരുന്നു. നന്ദഗോപൻ, നേരത്തെ JP നദ്ദ പറഞ്ഞിരുന്നു കണക്കുകളൊന്നും ഇങ്ങോട്ട് തരുന്നില്ല, കുടിശ്ശികയൊന്നും നൽകാനില്ല എന്ന്. ഇപ്പോൾ ഹാരിസ് ബീരാൻ്റെ ചോദ്യത്തിന് മറുപടിയായി സംസ്ഥാനത്തിനാണ് ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ ഉത്തരവാദിത്വമെന്ന് കേന്ദ്രം മറുപടി നൽകുന്നു. എന്തൊക്കെ പറയുന്നു? അംഗം ഹാരിസ് ബീരാൻ ചോദിച്ച ചോദ്യത്തിന് രേഖാമൂലമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഇന്നിപ്പോൾ രാജ്യസഭയിൽ മറുപടി നൽകിയിരിക്കുന്നത്. അതായത് പൊതു ആരോഗ്യ രംഗം ശക്തിപ്പെടുത്തുന്നതിന്റെ ചുമതലയും ഉത്തരവാദിത്വവും സംസ്ഥാനങ്ങൾക്കും അതേപോലെ തന്നെ അതാത് യൂണിയൻ ടെറിട്ടറികൾക്കുമാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ഉത്തരമായി നൽകിയിരിക്കുന്നത്. ദേശീയ ആരോഗ്യ മിഷൻ അതേപോലെ തന്നെ ഈ ദേശീയ ആരോഗ്യ മിഷൻ വഴിയുള്ള വിവിധ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ പ്രത്യേക ധനസഹായവും അതേപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ടും നൽകി വരുന്നുണ്ട്. വിവിധ പദ്ധതികൾ സംസ്ഥാന സർക്കാരാണ് ആവിഷ്കരിച്ച് നടത്തേണ്ടത്. അതായത് പൊതു ആരോഗ്യ രംഗം എന്നുള്ളത് സംസ്ഥാന സർക്കാർ അതിൽ ശക്തിപ്പെടുത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ പെടുന്നതാണ് ഈ ആശാ വർക്കർമാരുടെ പ്രവർത്തനം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. നിലവിൽ 2000 രൂപ ആശാ വർക്കർമാർക്കായി കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. അതിനു പുറമെ തന്നെ അവരുടെ പ്രവർത്തന മികവ് നോക്കിയിട്ട് പ്രത്യേക ഇൻസെന്റീവ് എന്നുള്ള രീതിയിലും ഈ മികവാർന്ന പ്രവർത്തനം നടത്തുന്നവർക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്ര സർക്കാരിന്റെ വിവിധ ആരോഗ്യ പരിരക്ഷാ പദ്ധതികളിൽ അവർ അംഗമാണ്. അതേപോലെ തന്നെ അവരുടെ ID കാർഡ്, അതേപോലെ തന്നെ യൂണിഫോം, അതേപോലെ തന്നെ അവർക്ക് സൈക്കിള്, മൊബൈല്, സിം കാർഡ്, ഡയറി, അതേപോലെ തന്നെ മറ്റ് ആരോഗ്യ സംരക്ഷണത്തിനുള്ള മറ്റ് കിറ്റ്, ഇതിനൊക്കെ വേണ്ടിയുള്ള പ്രത്യേക അലവൻസും നൽകുന്നുണ്ട്. ഇതിന് പുറമെയാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ. അതായത് 10 വർഷം ജോലി ചെയ്ത ആശാ വർക്കർമാർക്ക് 20,000 രൂപ അവർ പിരിഞ്ഞു പോകുമ്പോൾ നൽകുന്ന അത് കൃത്യമായി തന്നെ നൽകി വരുന്നു. ഒപ്പം 2018 മുതൽ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി യോജനയിൽ അവർ അംഗമാണ്. 2 ലക്ഷം രൂപ ആക്സിഡന്റ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതിയാണ്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജനയിൽ അംഗമാണ്. പ്രധാനമന്ത്രി ശ്രം യോഗിമാൻ ധൻ എന്നുള്ള പെൻഷൻ പദ്ധതിയിൽ 60 വയസ്സ് കഴിഞ്ഞാൽ ഏതാണ്ട് 3000 രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയിൽ അവർ അംഗമാണ്. അതേപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി വഴി 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ അടക്കം അവർക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഇതെല്ലാം ആശമാർക്ക് സൗജന്യമായി തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്നതാണ്. അതേസമയം ഈ ആശമാരുടെ വേതന വർധനവ് അടക്കം അത് പൊതു ആരോഗ്യരംഗം ശക്തിപ്പെടുത്തുന്നതിന്റെ ആവശ്യമായി ഉള്ളതാണ്. അത് ചെയ്യേണ്ട ഉത്തരവാദിത്വവും ചുമതലയും സംസ്ഥാന സർക്കാരിനാണ് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ നൽകിയ ഔദ്യോഗികമായ മറുപടി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാനത്തിനാണെന്ന് രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്രം പറയുന്നു. അതിൻ്റെ കണക്കുകളും വയ്ക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.